Hi everyone, how are you all? Friends, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ എങ്ങനെ സംസാരിക്കണം, എന്തെല്ലാം ചോദിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫസ്റ്റായിട്ടൊരു അപരിചിതനെ കാണുമ്പോൾ ആസ് എ സ്ട്രേഞ്ചറായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ മേ ബി ഇത് കേരളത്തിന് പുറത്തുള്ള വ്യക്തിയായിരിക്കാം, ഇന്ത്യൻ്റെ പുറത്തുള്ള വ്യക്തിയായിരിക്കാം, ഫോറിനേഴ്സ് ആയിരിക്കാം, ആരായാലും നമ്മളിപ്പോൾ ഫോണിലായാലും ഒക്കെ നേരിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മളെങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഓർഡർ, എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ഇന്ന് ഒരു ക്ലാസ് എടുക്കാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ, ഇപ്പം നമ്മൾ പറയാണ് ഫസ്റ്റായിട്ട് തന്നെ ആദ്യം തന്നെ ഹൗ ആർ യു ഡൂയിങ്, ഇങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ? അപ്പം നമ്മൾ പറയാണ് ഐ ആം ഡൂയിങ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് ഫൈൻ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇംഗ്ലീഷുകാർ പൊതുവായിട്ട് പറയുന്നതാണ് എപ്പോഴും നമ്മൾ താങ്ക് യു, അവസാനം നമ്മൾ താങ്ക് യു എന്ന് യൂസ് ചെയ്യാം. ഐ ആം ഫൈൻ, താങ്ക് യു, അല്ലെങ്കിൽ ഐ ആം ഡൂയിങ് ഗുഡ്, താങ്ക് യു, ഐ ആം ഡൂയിങ് ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ അവസാനം നമ്മൾ താങ്ക് യു എന്ന് യൂസ് ചെയ്യുക. അതൊരു കുറച്ചും കൂടി ഒരു പൊളൈറ്റ്നെസ് പറയാൻ വേണ്ടിയിട്ട്, അവർ നമ്മളോട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചതിന് ശേഷം ചോദിച്ചതിന് നന്ദി എന്നുള്ള രീതിയിൽ ഒരു പൊളൈറ്റ്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താങ്ക് യു എന്ന് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത് നമ്മൾ ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ നമ്മൾ നമ്മളെ പേര് പറയാം. മൈ നെയിം ഈസ് ജമാൽ, മൈ നെയിം ഈസ് അഫ്സൽ, മൈ നെയിം ഈസ് ഷമിയ. ഇങ്ങനെയൊക്കെ നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് പറയാം. നമ്മൾ ഒരിക്കലും മൈസെൽഫ് ജമാൽ, മൈസെൽഫ് അഫ്സൽ ഇങ്ങനെ പറയരുത് കേട്ടോ. മൈ നെയിം ഈസ് ജമാൽ, അങ്ങനെ തന്നെ പറയുക. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് യുവർ ജോബ് എന്നുള്ള. അത് അങ്ങനെ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഡു യു ഡു. ഓക്കെ, അങ്ങനെ ചോദിക്കാം, നിങ്ങൾ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം പറയാണ് ഐ ആം എ ടീച്ചർ, അല്ലെങ്കിൽ ഐ ആം എൻ എൻജിനീയർ, അല്ലെങ്കിൽ ഐ ആം എ ഷോപ്പ് കീപ്പർ, എന്തും പറയാം. അല്ലെങ്കിൽ പറയാൻ ഇപ്പോൾ റൈറ്റ് നൗ ഐ ഡോണ്ട് ഡു എനിത്തിങ്, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എ കപ്പിൾ ഓഫ് മന്ത്സ് എഗോ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഐ വർക്ക്ഡ് ആസ് എ ടീച്ചർ, ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. റൈറ്റ് നൗ ഐ ആം ഫ്രീ, ഐ ഡോണ്ട് ഡു എനിത്തിങ്, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത നമുക്ക് ചോദിക്കാം വേർ ആർ യു ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത്. നമുക്കിങ്ങനെ ചോദിക്കാം വേർ ഡു യു ലിവ് ഇൻ, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നമ്മൾ ആൻസർ പറയാണ് ഐ ആം ഫ്രം കേരള, ഐ കം ഫ്രം കേരള, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഐ കം ഫ്രം കേരള, അല്ലെങ്കിൽ ഐ ലിവ് ഇൻ കേരള. ഇപ്പം നമ്മൾ പറയാണ് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തിരുവനന്തപുരം, കറൻറ്റ്ലി ഐ സ്റ്റേ ഇൻ എറണാകുളം. ഐ ആം സെറ്റിൽഡ് ഇൻ എറണാകുളം. ഞാനിപ്പോൾ എറണാകുളത്താണ് സെറ്റിലായത്, ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ബട്ട് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചതും വളർന്നതും, പക്ഷേ റൈറ്റ് നൗ ഐ ആം വർക്കിംഗ്. പിന്നെ നമ്മൾ ചോദിക്കുകയാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദർ. ഇപ്പം എന്തെങ്കിലും ഒരു കമ്പനിയിലാണെങ്കിൽ, ഒരു ഷോപ്പിലാണെങ്കിലൊക്കെ നമുക്ക് പറയാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ദെയർ, നിങ്ങൾ എത്ര കാലമായിട്ട് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറുപടി അറിയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ 5 years, 5 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. വേറെ രീതിയിൽ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ദെയർ സിൻസ് 2005, അതായത് 2005 മുതൽ ഞാനവിടെ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു എന്തുകൊണ്ട് സിൻസ് വന്നു, എന്തുകൊണ്ട് 4 വന്നു, ഒരു കുറച്ച് ഇയേഴ്സ്, വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 5 years. ഓക്കെ, കുറച്ച് ചുരുങ്ങിയ കാലയളവായിരിക്കും. ഇപ്പോൾ ഞാൻ 2005 മുതൽ ഞാനുണ്ട് എന്ന് പറയും. മുതൽ എന്നുള്ളത് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് ടൈമിനെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ പറയും സിൻസ് 2005, അല്ലെങ്കിൽ സിൻസ് 1995, ഇങ്ങനെയൊക്കെ നമുക്ക് പറയും. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറയാണ് വാട്ട് ആർ യുവർ ഹോബീസ്, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറയാണ്
my hobbies are like watching television. Television watch ചെയ്യലാണ് എൻ്റെ ഹോബീസ്. പിന്നെ traveling across the globe, traveling different kinds of countries. ഓക്കെ, പിന്നെ നമ്മൾ മൈ ഹോബീസ് ആൻഡ് റീഡിങ് ന്യൂസ് പേപ്പർ, റീഡിങ് ബുക്സ് ആൻഡ് പ്ലേയിങ് ഫുട്ബോൾ, ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ ചോദിക്കാം ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ദെയർ. ഇപ്പം നമ്മൾ പറയുകയാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ഞാനിവിടെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പറയാം എത്ര കാലമായിട്ട് നിങ്ങൾ അവിടെ താമസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ പറയാം ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years, ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഹൂ ഡു യു ലൈക്ക് ടു സ്പെൻഡ് യുവർ ടൈം വിത്ത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഹൂ ഡു യു ലൈക്ക് ടു സ്പെൻഡ് യുവർ ടൈം വിത്ത്. ഓക്കെ, നിങ്ങൾ ആരുടെ കൂടെയാണ് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ ഫ്രീ ടൈം ചെലവഴിക്കാറ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാം mostly I spend my time with my friends and my free time mostly I spend my അല്ലെങ്കിൽ normally I spend my free time with my cousins. I like to travel with my cousins. Okay, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. പിന്നെ നമ്മൾ പറയാണ് അവസാനം നമ്മൾ ഈ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയാണ് ഓക്കെ, It was a nice conversation with you. അദ്ദേഹത്തിൻ്റെ പേരും പറയാം. It was a nice conversation with you, ജമാൽ എന്നൊക്കെ പറയാം. We had a lot of fun. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പറയാം ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ബൈ എന്ന് പറയാം. ഓക്കെ, where do you live in. അപ്പോൾ നമ്മൾ പറയാണ് ഐ കം ഫ്രം കേരള, അല്ലെങ്കിൽ ഐ ലിവ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കാം സോ യു ആർ നൈസ്, സോ യു ആർ ഫ്രം കേരള, വാട്ട് പാർട്ട് ഓഫ് കേരള യു ആർ ഫ്രം, അല്ലെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് കേരള യു ലിവ് ഇൻ. ഓക്കെ, നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് ഐ ലിവ് ഇൻ നോർത്ത് പാർട്ട് ഓഫ് കേരള, അല്ലെങ്കിൽ ഐ ലിവ് ഇൻ നോർത്ത് കേരള, അല്ലെങ്കിൽ ഐ ലിവ് ഇൻ മലബാർ ഏരിയ. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാം. അല്ലെ ഐ ലിവ് ഇൻ സൗത്തേൺ പാർട്ട് ഓഫ് കേരള. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാണ് ഓക്കെ, കുഡ് യു ടെൽ മീ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് യുവർ പ്ലേസ്, അല്ലെങ്കിൽ പറയാം കുഡ് യു ടെൽ മീ എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് കേരള ബിക്കോസ് ഐ ലവ് കേരള. ഓക്കെ, നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമോ. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തെക്കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞു കൊടുക്കാം. കേരള ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ ദ കൺട്രി എന്നൊക്കെ പറയാം. there are many fields and there are many hills, it's very beautiful. If you should come here, I would recommend you must come to Kerala if you get a chance to come. Okay, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വർണ്ണിച്ചിട്ട് കേരളത്തിൽ the people are very kind here. That's why Kerala is known as the God's own country, but right now it's becoming devil's own people. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, എന്നാലും കുറേ നല്ല ആളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തെ വർണ്ണിച്ച്, കേരളത്തെ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ നമ്പർ 1 സ്റ്റേറ്റ്സ് ആണ് കേരള. ദർ ആർ മെനി ലിറ്ററസി റേറ്റിൽ 1ാം നമ്പറാണ് കേരള. കാശ്മീരും കേരളയും ഒക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല അടിപൊളി സ്റ്റേറ്റുകളിൽ രണ്ടെണ്ണത്തിൽ പെടുന്നതാണ് കാശ്മീരും കേരളയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേരളത്തെ വർണ്ണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞു തന്നു എന്ന് മനസ്സിലാകുന്നു. ഇന്ന് പ്രിപ്പയർ ഒന്നുമല്ല, അപ്പോൾ അറിയുന്ന ഒരു രീതിയിൽ ഞാനങ്ങ് പറഞ്ഞതാണ്. ഞാൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു കിഡിലൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഓക്കെ, ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വെരി സൂൺ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ദിസ് ഈസ് സയ്യിദ് ജമാൽ സൈനിങ് ഓഫ്. ബൈ.